പൈസയൊക്കെ കിട്ടി 3 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു കൊടുക്കണേ. 2 ദിവസം കഴിയുമ്പോ തിരിച്ചങ്ങോട്ട് തന്ന പ്രശ്നമുണ്ടോ? 2 ദിവസം കഴിയുമ്പോ തിരിച്ചു തരുമോ? എന്താ കുഴപ്പമില്ല. അമ്മമ്മ ധൈര്യമായിട്ടിരുന്നു. ഇന്ന് നാളെ മറ്റന്നാളെ രാവിലെ 10 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ 9:45 എന്നൊരു സമയം ഉണ്ടെങ്കിൽ പൈസ ഈ കേശവൻ അമ്മൂമ്മയുടെ കൈ വെച്ച് തന്നിരിക്കും. സത്യമാണേ? സത്യമായിട്ടും. നിനക്കറിയാവല്ലോ എന്റെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ, ഇച്ചിരി കാര്യം മതി. പ്രത്യേകിച്ച് ആ സവിത എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ആ കാര്യത്തൊന്നും ആലോചിച്ച് അമ്മൂമ്മ ടെൻഷൻ അടിക്കണ്ട, പൈസ ഇടും. ദേ, നീ എങ്ങാനും സമയത്തിന് കൊടുത്തില്ലെങ്കിൽ എന്റെ കൈ കൊടുക്കാൻ വേറെ പൈസ ഇരിപ്പല്ലേ? ഇതാരോടും പറയാൻ നിക്കല്ലേ. ആരും അറിയില്ല. ഇല്ല സവിത, ഇന്ന് തരാമെന്നാ പറഞ്ഞേ. ഇന്ന് ഉറപ്പായിട്ടും തരും. തരുമെന്നേ. ഓ, നമുക്ക് വൈകിട്ട് മീറ്റിംഗ് കൂടണ്ടേ? അപ്പൊ കാണാം. ഇല്ല, കുഴപ്പമില്ല, തരും. വയ്ക്കട്ടെ. ചെറുക്കൻ്റെ ഒരു കാര്യം, എത്ര ദിവസമായി പൈസ മേടിച്ചിട്ട് അവൻ തരാമെന്ന് പറയുന്നില്ല, അവൻ തരുന്നില്ല. കേശു, കേശുവേ, കേശു. എന്താ? ഒന്നുമില്ല, കേശുവിനെ ഒന്ന്. കേശുവേ, കേശു. എന്താണ് 2-3 ദിവസമായിട്ട് കേശുവിനെ പുറകെ കൂടി കിടക്കുവാണല്ലോ? എനിക്കേ അവനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അമ്മൂമ്മ എന്റെ അടുത്ത് പറ, ഞാൻ ചെയ്തു തരാം. വേണ്ട, ഞാൻ അവനോട് പറഞ്ഞോളാം. എന്താ അമ്മൂമ്മ അങ്ങനെ? എന്റെ അടുത്ത് പറഞ്ഞോ? വേണ്ട, അവനെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യണം. നമ്മുടെ തൊണ്ടയൊക്കെ വയ്യാതിരിക്കുമല്ലേ, അതുകൊണ്ടാ സഹായിക്കാന്ന് വിചാരിച്ച്. അമ്മൂമ്മ എന്നെ വിളിച്ചോ? കേശുമോൻ വന്നാലേ മരുത്തുവാമല പൊക്കാൻ പറ്റുള്ളൂ എന്നാണ് അമ്മൂമ്മ പറയുന്നത്. എന്നിട്ട് എന്തിനാ അതിനകത്തൊന്ന് ചേച്ചിക്ക് വല്ല മരുന്നും പറിക്കാനുണ്ടോ? പറിക്കാനുണ്ട്. എന്താ അമ്മൂമ്മ വിളിച്ചേ? എന്തിനാ വിളിച്ചതേ? ഒന്നുമില്ല, കാര്യം പറ. മക്കളങ്ങ് അടുക്കളയിലോട്ടിയല്ലേ, ഞാൻ അവനെ കൊണ്ട് ചെയ്യിച്ചോളാം. അതെന്താണ്? ഇനിയിപ്പൊ ഞാൻ കേൾക്കാൻ പറ്റാത്ത അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണോ? അങ്ങനൊന്നും ഇല്ല, എന്നാലും മക്കൾ അടുക്കളയിലോട്ടിയല്ലേ. അല്ല അമ്മൂമ്മ, കാര്യം പറഞ്ഞു. എന്തോ അമ്മൂമ്മ, എന്തെങ്കിലും പരിപാടി പണിപാടികളുണ്ടോ? ഉണ്ട്, മക്കളെ കൊണ്ട് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. മക്കള് ചെല്ലേ. ആയിക്കോട്ടെ. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഡീൽ ഉണ്ടല്ലോ. എന്നാര് പറഞ്ഞു? എനിക്കങ്ങനെ തോന്നി. മക്കള് ചെല്ലേ. എന്താ അമ്മൂമ്മ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ കടയിൽ വല്ലതും പോണോ? നീ ആ കുടുംബശ്രീന്ന് മേടിച്ച കാശ് തരാത്ത എന്താ? എന്ത് മക്കളെ? ചേട്ടാ, പാറമണയുടെ ആ സൈറ്റിലില്ലേ വലിയൊരു മയില് ഇരിക്കുന്നു, നമുക്ക് കാണാം. മയിലോ? നിങ്ങൾ പൊക്കോ, അവനിവിടെ കുറച്ച് ജോലിയുണ്ട്. ഇല്ല, എനിക്ക് ജോലിയൊന്നുമില്ല, നമുക്ക് പോവാല്ലേ? എന്നാര് പറഞ്ഞു ജോലി ഇല്ലെന്ന്? നിനക്ക് ജോലിയുണ്ട്, ഒരുപാട് ജോലി കിടപ്പുണ്ട്. സിദ്ധുമോനെ, മക്കള് പൊക്കോ. അമ്മമ്മ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ? വേണ്ട വേണ്ട, മോന് ചെയ്യാനുള്ളതായിട്ടൊന്നും ഇല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കാനുള്ളതേ ഉള്ളൂ. വരുന്നുണ്ടോ? പിന്നെ വരും. നീ എന്താ പൈസ തരാത്തെ? പൈസയുടെ കാര്യമായിരുന്നോ? പിന്നെ എന്നാ അത് അങ്ങനെ പറയണ്ടേ, എനിക്ക് മനസ്സിലാവണ്ടേ. അല്ല, അത് സംഭവം എന്തെന്നറിയോ അമ്മൂമ്മ? ഇത് അമ്മൂമ്മ നമ്മള് പറഞ്ഞോണ്ടിരുന്ന എന്തായിരുന്നു? ഞാൻ പോവാം പടവലത്ത്, ഞാൻ പോവാം കേട്ടാ. പടവലത്ത് പോണ കാര്യം പറയാനാണ് ഇത്ര ബിൽഡപ്പ്? എന്താ പടവലത്ത് പോകുന്ന കാര്യം പറഞ്ഞൂടെ?
ശരിക്കും എന്താണ് അമ്മൂമ്മയുടെ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ല, നീ അടുക്കളയിലോട്ടിയല്ലേ? കുറച്ചുകൂടി ഇങ്ങനൊന്നും അല്ലല്ലോ സംസാരിച്ചത്. അങ്ങനല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്. ആയിക്കോട്ടെ. ആ എടാ, നീ പൈസ കൊടുത്താലേ സവിതയ്ക്ക് പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ. പൈസയുടെ കേസല്ലേ അമ്മൂമ്മ. പൈസ എനിക്കിപ്പോ തരാൻ പറ്റൂല, കാരണം എൻ്റെ കയ്യിലില്ല. അപ്പൊ നീ എന്നെ തേച്ചു. അയ്യോ, ഞാൻ തേച്ചതല്ല, അവ എന്നെ തേച്ചാണ്. ഞാൻ കൊടുത്തവൻ തിരിച്ചെന്നാലേ എനിക്ക് എൻ്റെ അമ്മൂമ്മയ്ക്ക് തരാൻ പറ്റൂ. എടാ, നീ ഇങ്ങനെ പറഞ്ഞിട്ടാണോ എന്റെ ഇന്ന് മേടിച്ചേ? ഇപ്പൊ അമ്മൂമ്മ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. എടാ, എന്റെ 10ന്റെ പൈസ എടുക്കാനില്ല. ഇപ്പം അമ്മൂമ്മ ആരുടെ മേടിക്കുന്ന? ഞാൻ ആരുടെ ഇന്ന് മേടിക്കാനാ? ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ നിനക്ക്. അമ്മൂമ്മ ഒരു കാര്യം ചെയ്യും. അമ്മൂമ്മ ഇതെങ്ങനെ ഡീൽ ചെയ്യും? ഞാൻ മയിലിനെ പോയി കണ്ട് മയിലിനെ